ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നല്ലൊരു ഉപ്പുമാവാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഇന്ന് ഈ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ റവ ഉപയോഗിക്കുന്നില്ല കേട്ടോ. റവ ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. കൊളസ്ട്രോൾ, ഷുഗർ, അമിതവണ്ണം, അതുപോലെ തന്നെ ആഹാരക്രമമൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണേൽ കഴിക്കാം, അതല്ലെങ്കിൽ വൈകിട്ടത് ഡിന്നറിനും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി ഉപയോഗിച്ചാണ്. നിങ്ങൾ ആരെങ്കിലും റാഗി ഉപയോഗിച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണേ. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് റാഗിപ്പൊടി എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ റാഗിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് പുട്ടിന് എങ്ങനെ കുഴയ്ക്കുന്നോ അതേ രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇതുപോലെ ഒരുപാടങ്ങ് വെള്ളം കൂട്ടാതെ ഈ ഒരു രീതിക്ക് പുട്ടിന് നമ്മൾ കുഴച്ചെടുക്കത്തില്ല, അതേപോലെ തന്നെ ഒന്ന് വെള്ളം നനച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ കിഴുത്തയുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഒരല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഇത് ആവിയിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പോ പിന്നെ അതല്ല നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2-3 വറ്റൽമുളക്, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് നെടുകയൊന്ന് കീറിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഈ മുളക് ചേർത്ത് കൊടുക്കാതെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് കായപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇഷ്ടമുണ്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റാഗിപ്പൊടി നന്നായിട്ട് നനച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത തേങ്ങയ്ക്കും സവാളയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പൊക്കെ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും അതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു റാഗിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ റാഗിയുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ടാകും. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റാഗിയുടെ ഉപ്പുമാവ് ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് ഉപയോഗിക്കാം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് നോക്കുക. വളരെ ഹെൽത്തിയാണ്, എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ ഒരു ഉപ്പുമാവ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ അറിയിക്കണം. റാഗിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പിന്നെ ഇത് കുറച്ച് കഴിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് നമ്മുടെ വിശപ്പൊക്കെ മാറും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ റാഗി വെച്ചിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുക. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ഉപ്പുമാവും കൂടി ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.